നടക്കുകയും ചെയ്യുന്നത്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് തന്നെയാണ് അതിൻ്റെ ഫങ്ഷൻസ്. എന്നാലും ചെറിയ ചിലപ്പോൾ ചെറിയ മാറ്റങ്ങളുണ്ടാവും. പറഞ്ഞതിൽ ചിലപ്പോൾ ഒന്ന് ആഡ് ചെയ്യാനൊക്കെ ഉണ്ടാവും. അത് നിങ്ങൾ ശരിക്കും കറക്റ്റായിട്ട് നോട്ട് ചെയ്യുക. ഓക്കെ, ഫസ്റ്റത്തത് ഡെമോക്രസി ആൻഡ് പൊളിറ്റിക്കൽ പാർട്ടീസ് ഗോ ഹാൻഡ് ഇൻ ഹാൻഡ്. പാർട്ടീസ് ക്യാൻ എക്സിറ്റ് അണ്ടർ അതർ കൺട്രി. അതായത് ഇതാണ് ശരിക്കും എന്തിനാണ് പൊളിറ്റിക്കൽ പാർട്ടീസ് ഡെമോക്രസിയിൽ എന്നുള്ളതാണ്. ശരിക്കും ഡെമോക്രസിയിൽ ഏത് നിലനിൽക്കുന്നതിൽ മൾട്ടി പാർട്ടി ഉണ്ടെങ്കിലേ അവിടെ ഡെമോക്രസി നിലനിൽക്കുള്ളൂ എന്നുള്ളതാണ് ശരിക്കും നിങ്ങൾ അറിയേണ്ടത്. കാരണം ഒരുപാട് പാർട്ടീസ് ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടാകുമ്പോഴാണ് ജനസേവനം, ജനങ്ങളുടെ ഒരു പാർട്ടിസിപ്പൻസ് രാജ്യത്തിൽ വരുള്ളൂ. അപ്പം ശരിക്കും പൊളിറ്റിക്കൽ പാർട്ടി ശരിക്കും ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയൊരു ഘടകമാണ് എന്നുള്ളതാണ് ഫസ്റ്റ് ലൈൻ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഫങ്ഷൻസ് എന്താണെന്നുള്ളത് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൻ്റെ ഫസ്റ്റ് ഫങ്ഷൻസ് എന്താണ് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് എന്തൊക്കെയാണ് ഫങ്ഷൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇതിൽ പൊളിറ്റിക്കൽ പാർട്ടീസ് ഓർഗനൈസ് ആൻഡ് ഫൈറ്റ് elections on a determined program which is put forward their attract. അതായത് പൊളിറ്റിക്കൽ പാർട്ടീസ് എന്ത് ചെയ്യും, എലക്ഷൻ വരുമ്പം ഒരുപാട് പ്രോഗ്രാംസുകൾ അതുപോലെ ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവരും ചെയ്യും. എന്തിനാണെന്നറിയാം, നാളെ എലക്ഷനിൽ ഈ പ്രോഗ്രാമൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ട് ആളുകളെ മനസ്സിൽ ഇടം നേടി നാളെ ഒരു എലക്ഷൻ വരുമ്പോൾ എലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ എലക്ഷൻ വരുമെന്ന് മുന്നിൽ കണ്ടുകൊണ്ട് ആളുകളുടെ ഇടയിൽ പ്രവർത്തിക്കാനും പല പ്രോഗ്രാമുകൾ ചെയ്യാനും, അതുപോലെ നാളത്തെ എലക്ഷന് വേണ്ടിയിട്ട് നല്ല ഒരു ഫൈറ്റ്, നല്ല ഒരു 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 കോമ്പറ്റീഷൻ മുന്നിൽ കണ്ടുകൊണ്ട് പൊളിറ്റിക്കൽ പാർട്ടീസ് പ്രവർത്തിക്കും. അവർ ഓർഗനൈസ് ചെയ്യും. ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ നാട്ടിൽ ഏത് പൊളിറ്റിക്കൽ പാർട്ടീസ് ഉണ്ടെങ്കിലും അവർ ചിലപ്പോൾ നിങ്ങൾക്കറിയാം, ഇപ്പോൾ ഈ കൊറോണ സമയത്ത് നിങ്ങളുടെ വീട്ടിലേക്ക് എന്തെങ്കിലും ഉണ്ടാവും, ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ടാവും, അരി കൊണ്ടുവന്നിട്ടുണ്ടാവും. എന്തിനാണ് അതൊക്കെ? വെറുതെ നമ്മളെ സ്നേഹിച്ചിട്ടല്ല. നാളെ ഇലക്ഷൻ വരുമ്പോൾ എനിക്കിപ്പോൾ കുറച്ച് അരി കൊണ്ടുവന്നപ്പോൾ എനിക്ക് സെക്കൻഡ് ഓപ്ഷൻ ഉണ്ടാകാൻ പാടില്ല. എനിക്ക് ഇന്നലെ കുടുങ്ങിയപ്പോൾ എനിക്ക് കൊണ്ടുവന്നത് ഇവനാണ്, എന്തോന്നാലും വേറെ ഏത് പാട്ടെന്ന് പറഞ്ഞാൽ ഇവന് തന്നെ നടക്കിടക്കട്ടെ എൻ്റെ വോട്ട് എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് പല രീതിയിൽ ആളുകളെ സ്വാധീനിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ചില ഫങ്ഷൻസുകളൊക്കെ നാളെ ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ട് പൊളിറ്റിക്കൽ പാർട്ടികൾ ചെയ്യുന്നു. അത് ശരിക്കും എന്താണ്, ഒരു രാജ്യത്തിൻ്റെ ഫങ്ഷന് മുന്നോട്ട് വെക്കുന്ന ചില കാര്യങ്ങളാണ് എന്നുള്ളത് ചെയ്യും. രണ്ടാമത്തെ, പൊളിറ്റിക്കൽ പാർട്ടീസ് അസിസ്റ്റ് in the formulation and express of general will by organizing and winning in the election. ഇലക്ഷനിൽ ഇങ്ങനെ വേണ്ടത് രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാക്കിക്കൊണ്ടും അതുപോലെ നമ്മൾ എക്സ്പ്രസ് ചെയ്തുകൊണ്ടും അവർ അധികാരം നമുക്ക് തീർച്ചയായിട്ടും അറിയാം. അപ്പോൾ എന്താ പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ ഫങ്ഷൻസ്? രണ്ടാമത്തെ നാല്, ഇലക്ഷനിൽ ഭൂരിപക്ഷം കിട്ടി ജയിക്കുക, അവരുടെ ആ ഒരു പവർ കാണിക്കുക എന്നുള്ളതാണ് അവർ രണ്ടാമത്തെ ഫങ്ഷൻസ്. ഇലക്ഷനിൽ നല്ല ഭൂരിപക്ഷം കിട്ടി ജയിച്ചാൽ ആ ജയം എന്താണ്, അവരുടെ പവർ, വില്ലിനെയാണ് അവർ കാണിക്കുന്നത്, അവരെ ആ ഒരു കൂട്ടായ്മയാണ് കാണിക്കുന്നത്. അത് തന്നെയാണ് അവരെന്ത് ചെയ്യുന്നത്, ലക്ഷ്യമാക്കുന്നത് എന്നുള്ളതാണ് രണ്ടാമത്തെ. മൂന്നാമത്തെ, പൊളിറ്റിക്കൽ പാർട്ടീസ് എഡ്യൂക്കേറ്റ് പീപ്പിൾ ആൻഡ് മോൾഡ് പബ്ലിക് ഒപ്പീനിയൻ. അതായത് പൊളിറ്റിക്കൽ പാർട്ടീസാണ് ശരിക്കും ജനങ്ങളെ പ്രതികരിക്കാനും പ്രതിഷേധിക്കാനും ഒക്കെ പഠിപ്പിക്കുന്നത്. സത്യം തന്നെയല്ലേ, നാളെ ഒരു ഗവൺമെൻറ് എന്തെങ്കിലും ഒരു വീഴ്ച ചെയ്താൽ എല്ലാ ജനങ്ങളും കൂട്ടിച്ചേർത്തുകൊണ്ട് സെക്കൻഡ് ഓപ്പോസിറ്റ് നിൽക്കുന്ന പൊളിറ്റിക്കൽ പാർട്ടീസ് എന്ത് ചെയ്യും, എല്ലാ ജനങ്ങളെയും കൂട്ടി ചേർത്തുകൊണ്ട് വലിയൊരു പ്രതിഷേധം നടത്തും. എന്തിനാണത്? ആ പ്രതിഷേധം നടത്തുന്നത് എന്തിനാണ്? ആളുകളെ പഠിപ്പിക്കുകയാണ്. തെറ്റ് ചെയ്താൽ അതിനെതിരെ പ്രതിഷേധിക്കാനും അവകാശങ്ങൾ നേടാൻ സാധിക്കാതെ നിന്നാൽ അതിനെ നേടിയെടുക്കുക എന്നുള്ളതൊക്കെ അങ്ങനത്തെ ചില രാഷ്ട്രീയ ഐഡിയോളജി, രാഷ്ട്രീയ കാഴ്ചപ്പാടിനെ കൊണ്ടുവരാൻ ആളുകളെ പഠിപ്പിക്കാനൊക്കെ രാഷ്ട്രീയ പാർട്ടീസിൻ്റെ ചില പ്രവർത്തനങ്ങൾ സഹായിക്കും. അത് തന്നെയാണ് അവരെ പഠിപ്പിക്കുന്നത്. അതായത് ആളുകളെ പഠിപ്പിക്കും.
ഇനി അടുത്തത് പൊളിറ്റിക്കൽ പാർട്ടീസ് പുട്ട് ഇൻ ടു പ്രാക്ടീസ് ദ പബ്ലിക് ഒപ്പീനിയൻ വിച്ച് ദേ ഹാവ് ബീൻ ഇൻസ്ട്രുമെൻ്റൽ ഇൻ മോട്ട്. നമ്മൾ പൊളിറ്റിക്കൽ പാർട്ടീസ് എപ്പോഴും ഒന്ന് ശ്രദ്ധിക്കണം, ജനശ്രദ്ധ നേടുക, ജനങ്ങളെ കൈക്കലാക്കുക, ജനങ്ങളുടെ താല്പര്യം നമ്മളെ മേലാക്കുക എന്നുള്ളതായിരിക്കും അവരുടെ ഏറ്റവും വലിയ ഫങ്ഷൻസ് ഉള്ളത്. എന്തിനാണ് നാളെ ഇലക്ഷനിൽ വരുമ്പോൾ അവരെ വോട്ട് ചെയ്യാൻ അവരുടെ ശക്തി തെളിയിക്കുക, അതുപോലെ തന്നെ ഇവർക്ക് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ ഇവർക്ക് പിന്തുണ നൽകിക്കൊണ്ട് ഇവർക്ക് എന്തെങ്കിലും പ്രതിഷേധത്തിനോ ഇവരുടെ അവകാശ സമരത്തിനോ വേണ്ടിയിട്ട് അവരുടെ കൂടെ ഈ പാർട്ടിയുടെ കൂടെ ആളുകൾ ഇറക്കുക, അല്ലെങ്കിൽ അവർക്ക് പിന്തുണ കിട്ടുക എന്നുള്ളതൊക്കെയാണ് ഇവർ മെയിൻ ലക്ഷ്യമാക്കുന്നത്. ഇതിന് പറയുന്നത് പബ്ലിക് ഒപ്പീനിയൻ മാക്സിമം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് ഓരോ പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെയും ലക്ഷ്യമെന്നുള്ളത്. അടുത്തത് കൺട്രോൾ ഓവർ ദ ഗവൺമെൻറ് മിഷനറി ഗീവ്സ് ദ പാർട്ടി ആഡ്വക്കേറ്റ് ഓപ്പർച്യൂണിറ്റി ടു ഫുൾഫിൽ ഇറ്റ്സ് പ്രോമിസസ്. അതായത് ഗവൺമെൻറ്, അതായത് ഇപ്പോൾ ഓരോ പാർട്ടിക്കാരും എന്ത് ചെയ്യും, അവരധികാരം പിടിച്ചെടുക്കുക, അധികാരം കിട്ടുക എന്നുള്ളതാണ് ഓരോ പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ മെയിൻ എക്സ്ട്രീം എയിം എന്നുള്ളത്. കിട്ടിക്കഴിഞ്ഞാൽ അവർ പ്രോമിസ് ചെയ്തതുപോലെ ഉള്ള പ്രോമിസ് ചെയ്തിട്ടുള്ള ഓരോ കാര്യങ്ങളും അവർ നിറവേറ്റുക എന്നുള്ളതാണ് അതിൻ്റെ മെയിൻ ലക്ഷ്യം. അതുപോലെ തന്നെ ഇതിന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ആ പൊളിറ്റിക്കൽ പാർട്ടി, ആ പാർട്ടിയുടെ ഗവൺമെൻറ് ആണ് രംഗത്ത് വരുന്നതെങ്കിൽ, ഭരണത്തിൽ വരുന്നതെങ്കിൽ ആ ഗവൺമെൻറ്റിനെ കൺട്രോൾ ചെയ്യുക, എന്തിനെ ഈ കൺട്രോൾ ചെയ്യാതെ ആ ഗവൺമെൻറ്റിനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇവരെ ആശയങ്ങളൊക്കെ പറഞ്ഞ് കൺട്രോൾ ചെയ്യുക. എന്തിനാണത്? നമ്മൾ ഒരുപാട് പ്രോമിസുകൾ കൊടുത്തിട്ടുണ്ട്, ആ പ്രോമിസുകളൊക്കെ നിറവേറ്റുക എന്നുള്ളത് ശരിക്കും ആ പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ ഒരു ഫങ്ഷനാണ്. അത് ആ ഫങ്ഷൻസ് നടക്കുന്നത് ഓൺലി പൊളിറ്റിക്കൽ പാർട്ടീസിലൂടെ മാത്രം. നമുക്കറിയാം, ഓരോ രാഷ്ട്രീയ പാർട്ടിക്കാരെ നമ്മോട് വന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, ഒരുപാട് പ്രോമിസ് നമുക്ക് തരും. ഈ പ്രോമിസൊക്കെ എങ്ങനെ അവർ നിറവേറ്റുക? ഈ പ്രോമിസ് തന്ന പാർട്ടിയുടെ ഭരണം അടുത്ത വർഷം വരുമ്പോൾ ആ ഭരണം, ആ ഗവൺമെൻറ് മിഷനറി എന്ത് ചെയ്യും, ഈ പാർട്ടി പറഞ്ഞ് ഇങ്ങനെ പ്രോമിസ് കൊടുത്തതാണ് ഇന്ന് കൊണ്ടുവരിക. അതുകൊണ്ടാണ് നമുക്കറിയാം, ഇപ്പം നിങ്ങളുടെ നാട്ടിൽ പഞ്ചായത്തിൽ, നിങ്ങളെ ലോക്കൽ ബോഡീസിലൊക്കെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തരാമെന്ന് പറയും. ചെയ്തു തരാമെന്ന് പറഞ്ഞ ആൾ ഇപ്പോഴും ഉണ്ടാവും പാർട്ടിയുടെ മെമ്പറായിട്ട് കിട്ടുന്നത്. പക്ഷേ അടുത്ത ഭരണം, ഈ പാർട്ടിയുടെ ഭരണം വരുമ്പോൾ ആ കാര്യം ചെയ്തിട്ടുള്ളൂ. അതെങ്ങനെ ചെയ്യുക? ഈ പൊളിറ്റിക്കൽ പാർട്ടീസ് ആ ഗവൺമെൻറ്റിനോട് എന്ത് ചെയ്യും, കാര്യങ്ങൾ ചോദിക്കും, കാര്യങ്ങൾ ആ പ്രോമിസ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ നിറവേറ്റി കൊടുക്കാനുള്ള പ്രവർത്തനങ്ങൾ പാർട്ടിക്കാർ ചെയ്യുക എന്നുള്ളതാണ് അവസാനത്തെ അതിൻ്റെ ഫങ്ഷൻസ്. അടുത്തത് പൊളിറ്റിക്കൽ പാർട്ടി സെക്യൂർ ഹാർമണി ഓഫ് ആക്ഷൻ എമംഗ് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഓഫ് ഗവൺമെൻറ്. അതായത് ഗവൺമെൻറ്റിൻ്റെ തന്നെ പല ഡിപ്പാർട്ട്മെൻറ്റുകളിലും ഒരേ തരത്തിലുള്ള ഒരേ ഐക്യത്തോടു കൂടി തന്നെ കൊണ്ടുപോവുക എന്നുള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ചെയ്യേണ്ട ഒരു പ്രവർത്തനം തന്നെ. ഉദാഹരണത്തിന് ഇപ്പം പിണറായി സർക്കാർ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വേറെ ഏതെങ്കിലും ആ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റിനെ ഒരു വേറിട്ട് കാണുക. ഇപ്പോൾ ഉദാഹരണത്തിന് കഴിഞ്ഞ വർഷം കേരളത്തിൽ ഭരിച്ച മുഖ്യമന്ത്രിയുടെ വിദ്യാഭ്യാസ വകുപ്പ് വേറൊരു പാർട്ടിയുടേതായിരുന്നു. വേറെ പാർട്ടി എന്ന് പറഞ്ഞാൽ അലൈഡ് പാർട്ടി തന്നെയാണ്, അതായത് കോൺഗ്രസിൻ്റെ കൂടെ കൂടി ചേർന്നിട്ടുള്ള ഒരു പാർട്ടി, UDF എന്നുള്ള ഇതിൽ വരുന്ന അലൈഡ് പാർട്ടി ലീഗ്. ആ പാർട്ടിയെ മാത്രം വേറിട്ട് കാണുക എന്നല്ല, ഒരു ഹാർമണി, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഒരേമാതിരി കാണുക, ഒരേമാതിരി കൊണ്ടുപോവുക എന്നുള്ളത് ആ ഗവൺമെൻറ് ഉത്തരവാദിത്തമാണ്. ആ ഗവൺമെൻറ് ഉത്തരവാദിത്തം പൂർണ്ണമായിട്ട് അവർ നടപ്പിലാക്കുക പൊളിറ്റിക്കൽ പാർട്ടീസിലൂടെ. ഇറ്റ് ഈസ് the work of parties to find those disconnected organs into unity and secure harmonies to operate in the government. അതുപോലെ തന്നെ ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ചില ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ഐക്യത്തിലൊക്കെ ആയിട്ടുണ്ടാവും, അതിനൊക്കെ ഒന്ന് കൂട്ടിച്ചേർത്ത് നല്ല രീതിയിൽ കൊണ്ടുപോവുക, യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ എല്ലാം ഒരു നല്ലൊരു അഖണ്ഡതയോട് കൂടി കൊണ്ടുപോവുക എന്നുള്ളതൊക്കെയാണ് നോക്കുക. അത് അങ്ങനത്തെ ഒരു ഫങ്ഷൻ നടത്തുക, അങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് പൊളിറ്റിക്കൽ പാർട്ടീസ് ചെയ്യുക. ഗവൺമെൻറ്റിൻ്റെ വീഴ്ചകളൊക്കെ ഇപ്പോൾ നമുക്കറിയാം, ഒരു പാർട്ടിയുടെ ഗവൺമെൻറ് ഭരണത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ
ആ ഗവൺമെൻറ് ഭരിക്കുന്നുണ്ടാവും, പക്ഷെ എന്നിരുന്നാലും പാർട്ടി പ്രവർത്തകന്മാരായിരിക്കും ഏറ്റവും കൂടുതൽ ആ ഗവൺമെൻറ് ഇൻഫ്ലുവൻസ് ചെയ്യും. എന്തിനാണ് എല്ലാ വകുപ്പിനെയും കൂട്ടി ചേർത്ത് ഒരേ ഒരു നൂറിന്മേൽ കൊണ്ടുപോവുക, ഒരേ വാതിലൂടെ തന്നെ പോവുക എന്നുള്ള ലക്ഷ്യം ഉണ്ടാക്കുന്നത് പൊളിറ്റിക്കൽ പാർട്ടീസ്. പൊളിറ്റിക്കൽ പാർട്ടി ആൾസോ കോർഡിനേറ്റ് ദ മെമ്പേഴ്സ് ഓഫ് ലെജിസ്ലേച്ചർ ആൻഡ് കീപ് ദം അണ്ടർ സം ഡിസിപ്ലിൻ. പൊളിറ്റിക്കൽ പാർട്ടി ആയിരിക്കും ആ നിയമനിർമ്മാണ സഭയിൽ ഉണ്ടാകുന്ന എല്ലാ പ്രവർത്തനങ്ങളും കൺസോളിഡേറ്റ് ചെയ്യുക, കോർഡിനേറ്റ് ചെയ്യുക. അതങ്ങനെ തന്നെയാണ് ഉണ്ടാവുക. അപ്പോൾ തന്നെ ഭരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ എല്ലാ ഉദാഹരണവും നമുക്കറിയാം. ഉമ്മൻചാണ്ടി സർക്കാർ ഭരിക്കുമ്പോൾ മുസ്ലിം ലീഗ്, മാണി ഗ്രൂപ്പ്, അങ്ങനെ ഒരുപാട് പാർട്ടിക്കാർ കൂടി ചേർന്നാണ് UDF. ഈ പാർട്ടി ഭരിക്കുമ്പോൾ ഈ പാർട്ടി UDF, അതായത് എന്നല്ല ഒരു സംഘടന, എല്ലാവരും കൂടി ചേർന്ന സംഘടനയായിരിക്കും ആ ഒരു ആളുകളെല്ലാവരും ഒത്തുചേർത്ത് ഒരേ സമയത്ത് സഭയിൽ വരാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. അതുപോലെ പൊളിറ്റിക്കൽ പാർട്ടീസ് canalize political and keep national political active and they are linked with individual interest. അതന്നെ, അതായത് എല്ലാം വ്യക്തിപരമായിട്ട് എല്ലാ കാര്യങ്ങളും എല്ലാ പ്രവർത്തനങ്ങളും അവരെന്തായിരിക്കും അവരിങ്ങനെ തന്നെയാണ് ചെയ്യുക. നാഷണൽ പൊളിറ്റിക്കലി എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഒരുമിച്ച് കൊണ്ടുപോവുകയും നിയമനിർമ്മാണ സഭ നടക്കുമ്പോൾ ആ സഭയിലേക്ക് എത്തുന്ന എല്ലാ കാര്യങ്ങളും ആ പൊളിറ്റിക്കൽ പാർട്ടികളായിട്ടുള്ള സംഘടനയായിട്ടുള്ള ചെയ്യും. അടുത്തത് ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്. എന്താണ് ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്? ഇൻട്രസ്റ്റ് ഗ്രൂപ്പ് എന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യുമ്പോൾ എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ദാറ്റ് സീക്ക് ഇൻ ടു ഇൻഫ്ലുവൻസ് പബ്ലിക് പോളിസി ഓൺ ബേസിക് പർട്ടിക്കുലർ കോമൺ ഇൻട്രസ്റ്റ് ഓർ കോമൺ കൺസേൺ. അതായത് പ്രത്യേക താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചില സംഘടനകളുണ്ടാവും. ഉദാഹരണത്തിന് SNDP എന്തിനാണ്? ശ്രീനാരായണ ഗുരുവിൻ്റെ ചില ആശയങ്ങൾ ഉള്ള ആളുകളെല്ലാവരും കൂടിയിട്ട് ആ ആശയത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാനും ആ താല്പര്യങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുണ്ടായ ഒരു സംഘടനയാണ്. ആ സംഘടന ഒരു പക്ഷേ അങ്ങനത്തെ സംഘടന, അതാണ് ഇൻട്രസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അതായത് ഒരേ താല്പര്യങ്ങളുള്ള ഒരേ ഐഡിയോളജി അല്ല, അത് പൊളിറ്റിക്കൽ ഗ്രൂപ്പ് തന്നെയാണ്. പക്ഷെ രാഷ്ട്രീയ ചിന്തകൾ അവർക്കുണ്ടാവില്ല. അവർ ചില പ്രത്യേക താല്പര്യങ്ങളായിരിക്കും. ഉദാഹരണത്തിന് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, SNDP എന്നുള്ളത് ആ ശ്രീനാരായണ ഗുരുവിൻ്റെ ചില ആശയങ്ങളെ സംരക്ഷിക്കുക. ആ ഒരു ഇപ്പോൾ NSS എന്നാണ് എന്താണ് NSS എന്ന് പറഞ്ഞാൽ നായർ സൊസൈറ്റി, നായർ എന്നുള്ള ഒരു ജാതി വിഭാഗക്കാരെ സംരക്ഷിക്കുക, അവരെ അവകാശങ്ങൾ ആരെങ്കിലും ചൂഷണം ചെയ്യുകയാണെങ്കിൽ അതിനെ ചോദ്യം ചെയ്യുക. ആ ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾ അതിനാണ് ഇൻട്രസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. പ്രത്യേക താല്പര്യ സംഘടനകൾ, അങ്ങനത്തെ ആ സംഘടനകളാണ് ഇപ്പോൾ ഇതിൽ പറയുന്നത്. അത് നിങ്ങൾക്ക് കൂടുതലായിട്ടൊന്നും പറയാനില്ല, ജസ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഒപ്പോസിങ് ദ മെഷേഴ്സ് വേർ റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് വേരിയസ് എഡ്യൂക്കേഷൻ ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്. അതായത് ഇൻട്രസ്റ്റ് ഗ്രൂപ്പിൻ്റെ ചില താല്പര്യങ്ങളൊക്കെ ആരെങ്കിലും എതിർത്ത് കഴിഞ്ഞാൽ, എന്തെങ്കിലും എതിരായിട്ട് വന്നു കഴിഞ്ഞാൽ അതിനെതിരെ എതിർക്കുക, അതിനെതിരെ പല മെഷേഴ്സ്, ചില നടപടികൾ കൊണ്ടുവരിക എന്നുള്ളതൊക്കെയാണ് ഇവരെ മെയിൻ ലക്ഷ്യമാണ്. ഒപ്പോസിങ് ദ മെഷേഴ്സ് വേർ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് വേരിയസ്, ചില ഇവരെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ അഥവാ ഇവർക്ക് അതിനെതിരെ ചൂഷണ നടപടികൾ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അവരതിനെതിരെ എതിർക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമേ ഉള്ളൂ. ചില താല്പര്യ സംഘടനകൾ എന്നുള്ളതാണ്. അടുത്ത് പ്രഷർ ഗ്രൂപ്പ് എന്നുള്ള. പ്രഷർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ചില താല്പര്യങ്ങളോ അല്ലെങ്കിൽ ചില കാര്യങ്ങളോ സംരക്ഷിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ അതിനെതിരെ വളരെയധികം പ്രഷർ ചുമത്തിക്കൊണ്ട് ഗവൺമെൻറ്റിൻ്റെ മേലെ പ്രഷർ കൊടുത്തുകൊണ്ട് അതിനെ അവരുടെ അവകാശങ്ങളെ അല്ലെങ്കിൽ അവരുടെ നടപടിയെ സംരക്ഷിക്കാൻ വരുത്തുന്ന ചില ആളുകളാണ് പ്രഷർ ഗ്രൂപ്പ്. പ്രഷർ ഗ്രൂപ്പ്സ് ആർ ഇൻട്രസ്റ്റ് ഗ്രൂപ്പ് വിച്ച് ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി എക്സൈഡ് പ്രഷർ. അവർ ഡയറക്റ്റായിട്ടോ ഇൻഡയറക്റ്റായിട്ടോ എന്ത് ചെയ്യും? അവർ പ്രഷർ ചുമത്തിയിരിക്കും. അതായത് ഇങ്ങനത്തെ ആളുകൾ അവർ പ്രത്യേക താല്പര്യമുള്ള വിഭാഗക്കാരാണ്. നമുക്കറിയാം ഇൻട്രസ്റ്റ് ഗ്രൂപ്പ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്യും. ഈ ഇൻട്രസ്റ്റ് ഗ്രൂപ്പ് തന്നെ പ്രഷർ ഗ്രൂപ്പ് ആവും. ഇപ്പം എന്താ പറയുക, അവർ താല്പര്യങ്ങൾ സംരക്ഷിച്ചിട്ടില്ല, അവരതിനെ എതിരെ ഒപ്പോസായി വന്നാൽ അവരതിനെ പ്രതികരിച്ച് അവരതിനെ സമരം നടത്തി ഒരുപാട് പ്രഷർ നടത്തി അവർ വന്നാൽ അവർ പ്രഷർ ഗ്രൂപ്പ് ആവും എന്നുള്ളത്. പ്രഷർ ഗ്രൂപ്പ് എന്നുള്ളത് അവരതിന് ഗവൺമെൻറ്റിൻ്റെ മേലെ പല ഫോഴ്സിലി എന്ത് ചെയ്യും, അവരെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി പല നടപടികൾ എടുത്തു കഴിഞ്ഞാൽ
അതിൻ്റെ പ്രഷർ ഗ്രൂപ്പ് എന്ന് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം എക്സ്പ്ലെയിൻ ചെയ്യും. അത് ഡയറക്റ്റ് ആവണമെന്നില്ല, ഇൻഡയറക്റ്റ് ആവണം. അവരെന്ത് ചെയ്യും, ഫോഴ്സിൽ അവർ ചില പ്രഷറുകൾ അവർ ചുമത്തും ഓൺ പൊളിറ്റിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് മിഷനറി ഓഫ് നാഷണൽ, അതായത് രാഷ്ട്രീയമായിട്ടുള്ള ചില അഡ്മിനിസ്ട്രേറ്റീവ് മിഷനറീസ് രാജ്യത്തിൻ്റെ രാഷ്ട്രീയ അല്ലെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ മേലെ ചുമത്തി ചില പ്രഷർ ചുമത്തിക്കൊണ്ട് അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കുക, സംരക്ഷിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയുള്ള ഒരു ടീമാണ് പ്രഷർ ഗ്രൂപ്പ്. പ്രഷർ ഗ്രൂപ്പ് ആർ നോട്ട് പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ, ദേ ആർ നോട്ട് നോമിനേറ്റഡ് ദ മെമ്പേഴ്സ് ഫോർ ഇലക്ഷൻ. പ്രഷർ ഗ്രൂപ്പ് എന്ത് ചെയ്യില്ല, ഒരു കാരണവശാലും ഒരു പൊളിറ്റിക്കൽ ആയിട്ട്, ഇപ്പോൾ ഉദാഹരണത്തിന് എൻ എസ് എസ് നായന്മാരുടെ ചില സംരക്ഷണങ്ങളോടോ അവരുടെ അവകാശങ്ങളോ എന്തെങ്കിലും ലംഘിക്കപ്പെട്ടാൽ NSS സമരം നടത്തും. പ്രഷർ ഗവൺമെൻറ്റിൻ്റെ മേലെ പ്രഷർ ചുമത്തിക്കൊണ്ട് അവരെന്ത് ചെയ്യും, അവരെ അവകാശങ്ങൾ നേടിയെടുക്കും. ആ പ്രഷർ ചുമത്തി അവകാശങ്ങൾ നേടിയെടുക്കും. അവരെന്ത് ചെയ്യുന്നില്ല, അവർ രാഷ്ട്രീയപരമായിട്ടുള്ള പാർട്ടിക്കാരൊന്നുമല്ല, അവരുടെ അവകാശങ്ങൾ, അവർ ഇൻട്രസ്റ്റ് ഗ്രൂപ്പായിരുന്നു. ആ ഇൻട്രസ്റ്റ് ഗ്രൂപ്പിന് അവരെന്ത് ചെയ്യാണ്, സ്വാഭാവികമായിട്ടും അവരുടെ അവകാശങ്ങൾ അല്ലെങ്കിൽ അവർക്ക് അർഹതപ്പെട്ടത് കിട്ടാതാവുമ്പോൾ അവർ ഫോഴ്സിലി അവർ മുന്നോട്ട് വന്ന് പ്രഷർ ചുമത്തുന്നതാണ് പ്രഷർ ഗ്രൂപ്പ്. ഓക്കെ, ഫോഴ്സിലി അവരെന്ത് ചെയ്യാണ്, അവരുടെ അവകാശങ്ങൾ കിട്ടാൻ വേണ്ടി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ പ്രഷർ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അതൊരു പക്ഷേ ഇൻട്രസ്റ്റ് ഗ്രൂപ്പ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ഒരു പക്ഷേ അവർ എപ്പോഴാണോ ഒപ്പോസിങ് അല്ലെങ്കിൽ നമ്മൾ വേറൊരു കാര്യം അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി അവർ ഒരു പക്ഷേ ഏതെങ്കിലും തരത്തിൽ അവർ ഫോഴ്സ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഇൻട്രസ്റ്റ് ഗ്രൂപ്പ് തന്നെ ചിലപ്പോൾ നാളെ പ്രഷർ ഗ്രൂപ്പായി എന്ന് വന്നേക്കാം. നിങ്ങളത് രണ്ട് വിഭാഗമുണ്ട്, പ്രഷർ ഗ്രൂപ്പ്, ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്. ഇൻട്രസ്റ്റ് ഗ്രൂപ്പ് എന്നുള്ളത് പ്രത്യേക താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി വന്ന സംഘടനകളാണ്. ഈ പ്രത്യേക താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വരുന്ന സംഘടനകൾ തന്നെ ഒരു പക്ഷേ നാളെ പ്രഷർ ഗ്രൂപ്പ് ആയേക്കാം. അപ്പോൾ ഈ താല്പര്യങ്ങളെ ഒരു പക്ഷേ ചൂഷണം ചെയ്യുകയോ സംരക്ഷിക്കപ്പെടുവാൻ സാധിക്കാതെ വരികയോ ചെയ്താൽ ഇവിടെ എന്ത് ചെയ്യും, ഗവൺമെൻറ്റിന് മേലെ അതായത് ഇത് സംരക്ഷണം കിട്ടാനും ഈ അവകാശങ്ങൾ നേടാനും പല രീതിയിൽ അവരെന്ത് ചെയ്യും, ചിലപ്പോൾ പ്രക്ഷോഭം നടത്തും, ഫോഴ്സ് ചെയ്യും. ആ ഫോഴ്സ് പക്ഷേ നമുക്ക് എന്ത് ചെയ്യും, അതൊരു പ്രഷർ ഗ്രൂപ്പായി മാറിയേക്കാം. അപ്പോൾ എന്തൊക്കെ തരത്തിലുള്ള പ്രഷർ ഗ്രൂപ്പാണ് എന്നുള്ളത്, ഫസ്റ്റ് ബിസിനസ്, പല ടൈപ്പ് പ്രഷർ ഗ്രൂപ്പുണ്ട്. ഒന്ന് ബിസിനസ്, നമുക്ക് ബിസിനസ്, അതായത് ഇവിടെ ഫസ്റ്റ് ബിസിനസ് നോക്കാം. നമുക്ക് എന്താണ് നോക്കാം, മോസ്റ്റ് ഓഫ് ദി മോഡേൺ ഡെമോക്രസീസ് വിത്ത് എ ക്യാപിറ്റലിസ്റ്റ് എക്കണോമിക് സെറ്റപ്പ് ഹാവ് ബിസിനസ് പ്രഷർ ഗ്രൂപ്പ്. അതായത് സിമ്പിളായിട്ട് പറഞ്ഞാൽ ബിസിനസ് അതായത് ഇന്നത്തെ ജനാധിപത്യ ഇതിൽ എല്ലാ കാര്യങ്ങളും നടക്കുന്നത് ശരിക്കും ഒരു ക്യാപിറ്റലിസ്റ്റ് എക്കണോമിക് സെറ്റപ്പിലാണ്. അതായത് ഒരു മുതലാളിത്ത ക്യാപിറ്റലിസ്റ്റ് എക്കോണമി ഈ രൂപത്തിലാണ്. അതായത് ബിസിനസ് പ്രഷർ ഗ്രൂപ്പ് എന്നല്ല പറയുന്നത്. രണ്ട് ടൈപ്പാണ് അതിലുള്ളത്. ഒന്ന്, വൺ ടു പ്രൊട്ടക്റ്റ് ദ ഇൻട്രസ്റ്റ് ഓഫ് ബിസിനസ് കമ്മ്യൂണിറ്റി. രണ്ട്, ബിസിനസ് പ്രഷർ ഗ്രൂപ്പ് ആർ ഓർഗനൈസ്ഡ് ടു പ്രൊട്ടക്റ്റ് ദ ഇൻട്രസ്റ്റ് ഓഫ് വൺ പെർട്ടിക്കുലർ ഇൻഡസ്ട്രി. അതായത് ക്യാപിറ്റലിസ്റ്റ് പ്രഷർ ഗ്രൂപ്പുകളുണ്ട്. അതിൽ ക്യാപിറ്റലിസ്റ്റ് അതാണ് ബിസിനസ്സിൽ, പ്രത്യേക ബിസിനസ്സിന് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള പ്രഷർ ഗ്രൂപ്പുകളുണ്ട്. അതിൽ ഒന്നാമത്തെ പറയുന്നത് വൺ ടു പ്രൊട്ടക്റ്റ് ദ ഇൻട്രസ്റ്റ് ഓഫ് ബിസിനസ്. ഒരു ബിസിനസ് കമ്പനി, ഇപ്പോൾ നമുക്കറിയാം തൊഴിലാളി സംഘടനകൾ, തൊഴിലാളികളാണ്. അതുപോലെ നമുക്കറിയാം ഓണേഴ്സ് അസോസിയേഷൻ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, ഓണേഴ്സ് അസോസിയേഷൻ. ഇപ്പോൾ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് ഓണേഴ്സ് അസോസിയേഷൻ, ഹോട്ടലും റെസ്റ്റോറൻറ്റൊക്കെ നടത്തുന്ന മുതലാളിമാരുടെ സംഘടനകൾ. എന്താണത്? അത് ലക്ഷ്യം എന്തായിരിക്കും എന്ന് പറയാം, ടാക്സേഷൻ, ലൈസൻസ്, ഇമ്പോർട്ട്. ഒരു പക്ഷേ അതിലൊക്കെ സംരക്ഷിക്കാനും ചില ടാക്സുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അതൊക്കെയുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ആയിരിക്കും ഈ വലിയ സംഘടനകളുണ്ട്. അവർ ഇങ്ങനെ എന്തെങ്കിലും ഇപ്പോൾ ടാക്സിലോ ലൈസൻസിലോ അല്ലെങ്കിൽ ആ ഇമ്പോർട്ടുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും മാറ്റം വന്നു കഴിഞ്ഞാൽ അവർ പ്രകടനം നടത്താറുണ്ട്, അല്ലെങ്കിൽ അവരെന്ത് ചെയ്യാറുണ്ട്, ഗവൺമെൻറ്റിൻ്റെ മേലെ പ്രഷർ ചുമത്താറുണ്ട്. ഓക്കെ, രണ്ടാമത്തത് ബിസിനസ് പ്രഷർ ഗ്രൂപ്പ് ഓർഗനൈസ്ഡ് ടു പ്രൊട്ടക്ട് ഇൻട്രസ്റ്റ് ഓഫ് വൺ പെർട്ടിക്കുലർ ഇൻഡസ്ട്രി. ഒരു പെർട്ടിക്കുലർ ഇൻഡസ്ട്രിയെ മാത്രം സംരക്ഷിക്കാനുള്ള ചില ഗ്രൂപ്പുകൾ. ഉദാഹരണത്തിന് നെയ്ത്തു ഇൻഡസ്ട്രി, ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി, ബീഡി ഇൻഡസ്ട്രി, ക്വയർ ഇൻഡസ്ട്രി,
ഈ ഇൻഡസ്ട്രികളൊക്കെ ചില സമയത്ത് ഗവൺമെൻറ് അവർക്കുള്ള സബ്സിഡി കട്ട് ചെയ്യും, അല്ല അവർക്കുള്ള ചില കാര്യങ്ങൾ എന്തെങ്കിലും രീതിയിൽ എന്തെങ്കിലും കട്ട് ചെയ്യുമ്പോൾ ആ യൂണിയനിലുള്ള ആളുകളെല്ലാവരും കൂടി എന്ത് ചെയ്യും, സമരം നടത്തി, പ്രക്ഷോഭം നടത്തി ആ അവകാശം എന്താണോ അവർക്ക് ലംഘിക്കപ്പെട്ടത് അത് നേടിയെടുക്കും. അതിപ്പോൾ നിലവിലുള്ളതാണ്, സ്വാഭാവികമായിട്ട് അങ്ങനെ നിലവിലുള്ളത്. രണ്ടാമത്തെ ബിസിനസ്, അതായത് ബിസിനസ്സിലുള്ള പ്രഷർ ഗ്രൂപ്പാണ്. ഇനി അടുത്തത് അഗ്രികൾച്ചറിലുള്ള പ്രഷർ ഗ്രൂപ്പ് എന്നാണ്. ഇറ്റ്സ് ആൾസോ ഹാവ് 2 ടൈപ്പ് ഓഫ് പ്രഷർ ഗ്രൂപ്പ്. ഇനി കൃഷിയിലുണ്ട് 2 തരത്തിലുള്ള പ്രഷർ ഗ്രൂപ്പുകൾ, 2 തരത്തിൽ വരുന്നത്. ഒന്ന്, ടു പ്രൊട്ടക്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് അഗ്രികൾച്ചർ ആസ് ഹോൾ. അതിന് ഉദാഹരണം നാഷണൽ ഫാമേഴ്സ് യൂണിയൻ. എന്താ കാരണം? കൃഷി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഇങ്ങനൊരു സംഘടന ഇല്ല എങ്കിൽ ഒരു പക്ഷെ തീർച്ചയായിട്ടും എന്താ ഇങ്ങനെ കൃഷി നഷ്ടപ്പെടാൻ കാരണം? ഒന്ന്, കർഷകർക്ക് കൊടുക്കേണ്ടത്. ഇപ്പോൾ നമുക്കറിയാം, കർഷകർക്ക് ലോൺ കൊടുക്കും, സാധാരണ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന അതേ ലോണാണ് കർഷകർക്ക് കൊടുത്തിട്ട് കാര്യമില്ല. വളരെ തുച്ഛമായിട്ട് ലാഭം കിട്ടുന്ന ഒരു പ്രോസസ്സാണ് ശരിക്കും കൃഷി എന്നുള്ളത്. ഈ കൃഷിയിൽ വലിയ ഇൻട്രസ്റ്റോടുകൂടി ലോണ്, ആദ്യം ചെറിയ ഇൻട്രസ്റ്റ് എന്ന് പറയും, പിന്നെ ലോൺ ഇൻട്രസ്റ്റിന് യാതൊരു സബ്സിഡി ഒന്നും കൊടുക്കില്ല. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, കർഷകർക്ക് സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, ആത്മഹത്യ ചെയ്യും. ഇങ്ങനെ കർഷകർക്ക് ലാഭമില്ല, കർഷകർക്ക് ജീവിത മാർഗം മുട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും കർഷകരുടെ എണ്ണം ഇങ്ങനെ കുറഞ്ഞു വരുമ്പോൾ, കർഷകർ എണ്ണം കുറയുമ്പോൾ തീർച്ചയായിട്ടും അഗ്രികൾച്ചറിൽ മാറ്റം വരും. കൃഷിയിൽ താല്പര്യം ആൾക്കാർക്ക് കുറയും. അപ്പോൾ അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു സംഘടന. കാരണം ഫാമേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്താൽ സ്വാഭാവികമായിട്ട് കൃഷിയിൽ നല്ല റിച്ച് വരും, നല്ല വളർച്ച വരും. അത് നമ്മുടെ രാജ്യത്തിൻ്റെ കൃഷിയെ നന്നായി ബാധിക്കും, പോസിറ്റീവ് ബാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, കർഷകരെ ഗവൺമെൻറ് അവഗണിക്കുമ്പോൾ തീർച്ചയായിട്ടും അവർ ഈ വിഭാഗം ആളുകളുടെ മുന്നോട്ട് വരുന്നത്. രണ്ടാമത്തെ, അതർ ടു സ്പീക്ക് ഫോർ പെർട്ടിക്കുലർ അഗ്രികൾച്ചർ സെക്ടർ. ചില പ്രത്യേക സെക്ടറുകളെ സംരക്ഷിക്കാനുള്ള സംഘടനകളുണ്ട് കൃഷി. ഉദാഹരണത്തിന് ഇവിടെ പറയുന്നത് നാഷണൽ കോപ്പറേറ്റീവ് മിൽക്ക് പാലുൽപാദന സംഘടനകൾ. അത് അവർക്ക് എന്തെങ്കിലും സബ്സിഡി കുറക്കുമ്പോഴും എന്ത് ചെയ്യും, അവരതിനെതിരെ പ്രക്ഷോഭം നടത്തും, സമരം നടത്തും. അതുപോലെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ, സിനിമ പ്രൊഡക്ഷൻ ആവട്ടെ, ഏത് തരത്തിലുള്ള പ്രൊഡ്യൂസേഴ്സ് ആവട്ടെ, സിനിമ ഒരിക്കലും അഗ്രികൾച്ചർ വരില്ല. അഗ്രികൾച്ചറിൽ പ്രൊഡക്ഷൻ ഉണ്ട്. നമുക്കറിയാം, ചില പ്രൊഡ്യൂസേഴ്സ് ചില കൃഷിയുമായി ബന്ധപ്പെട്ടിട്ട്, ഉദാഹരണത്തിന് സിൽക്ക്, അതൊക്കെ കോട്ടണ്, അതൊക്കെ ശരിക്കും കൃഷിയാണ്. അങ്ങനത്തെ ചില പ്രൊഡ്യൂസേഴ്സിൻ്റെ സംഘടന, അതായത് ഈ കൃഷി ചെയ്യുന്ന ആളുകളുടെ സംഘടനകളുണ്ട്, ഓണർമാരുടെ സംഘടനകളുണ്ട്. ഈ സംഘടനകളും അവർ എന്തെങ്കിലും കാര്യങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ അവർ ഗവൺമെൻറ് മേലെ പ്രഷർ ചുമത്തിക്കൊണ്ട് ആ ലംഘിക്കപ്പെട്ടത് നേടിയെടുക്കാൻ വേണ്ടി പല രീതിയിൽ ശ്രമിക്കും. അതും കൃഷിയിൽ വരുന്ന ഒരു പ്രഷർ ഗ്രൂപ്പ്. അടുത്തത് നമുക്കറിയാം, പ്രഷർ ഗ്രൂപ്പ് വേറെ ഈ ടൈപ്പിൽ വരുന്നതെന്ന് പറയുന്നത് ലേബറാണ്, തൊഴിലാളികൾ. ഇൻ ഡെമോക്രസി, ക്യാപിറ്റലിസ്റ്റ് എക്കോണമിക് സിസ്റ്റം, വേറെ നോട്ട് ബി സം കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ എംപ്ലോയർ ആൻഡ് എംപ്ലോയീസ്. എന്നും മുതലാളിമാരും തൊഴിലാളികളും തമ്മിൽ സമരം ഉണ്ടാവാറുണ്ട്, പല പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട്. അതിന് കാരണം മുതലാളിമാർക്കൊരു അസോസിയേഷൻ ഉണ്ടാവും. മുതലാളിമാർ നമ്പർ കണക്കിൽ നോക്കുകയാണെങ്കിൽ തൊഴിലാളികളായിരിക്കും കൂടുതൽ ഉണ്ടാവുക. മുതലാളിമാർ വളരെ കുറവാണ്. 1000 ആളുകളുണ്ടെങ്കിൽ 10 മുതലാളിമാരും 900 തൊഴിലാളികളായിരിക്കും. ഈ മുതലാളിമാരെല്ലാവരും കൂടി എന്തെങ്കിലും അവരുടെ അസോസിയേഷനിൽ എന്തെങ്കിലും കാര്യങ്ങൾ പോസിറ്റീവ് എടുത്താൽ ചിലപ്പോൾ ഒരു പക്ഷേ തൊഴിലാളികൾക്ക് പറ്റിയിട്ടില്ല. തൊഴിലാളികൾ എന്ത് ചെയ്യും, അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി അവർ സമരം ചെയ്യും. ആ തൊഴിലാളിയുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി സമരം ചെയ്യുന്നത് അവർക്ക് ഒരുപാട് യൂണിയൻ ഉണ്ട്. ട്രേഡ് യൂണിയനിൽ നമുക്കറിയാം, എംപ്ലോയീസ് ഓർഗനൈസേഷൻ ഈസ് കോൾഡ് ട്രേഡ് യൂണിയൻ. അതായത് തൊഴിലാളികളുടെ സംഘടനയാണ് ഈ ട്രേഡ് യൂണിയൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് വേണമെങ്കിൽ പറയാം, എംപ്ലോയീസ് എന്താ ഇതിൽ ചെറിയ മാറ്റം പറഞ്ഞുതരാം. തൊഴിലാളികളുടെ സംഘടന എന്ന് പറഞ്ഞാൽ ലാബേഴ്സ്, തൊഴിലാളികളുടെ സംഘടനയാണ് CITU, AITUC, INTUC. ഓക്കെ, CITU എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷത്തിൻ്റെയാണ്, INTUC എന്ന് പറഞ്ഞത് മറ്റേ കോൺഗ്രസിൻ്റെ ആണ്. പിന്നെ ഈ തൊഴിലാളികൾ അവരുടെ അവകാശങ്ങൾ, അല്ലെങ്കിൽ അവർക്ക് കറക്റ്റ് വേതനം കിട്ടണമെങ്കിൽ, അവർക്ക് ബോണസ് കാരണം എന്തെങ്കിലും കിട്ടണമെങ്കിൽ അവരെല്ലാവരും സംഘടിച്ച് മുതലാളിമാർക്കെതിരെ സമരം ചെയ്ത് അവരെ റൈറ്റ്സ് അവകാശങ്ങൾ നേടിയെടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു രീതി എന്നുള്ളത്. പിന്നെ എംപ്ലോയീസ് ഓർഗനൈസേഷൻ, അതാണ് ട്രേഡ് യൂണിയൻ. അതായത് കടകൾ നടത്തുന്ന ആളുകളെല്ലാവരും കൂടിയുള്ള
ഒരു സംഘടനക്കാണ് ട്രേഡ് യൂണിയൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത പ്രൊഫഷൻസ്. എല്ലാ പ്രൊഫഷനും അവരായിട്ട് യൂണിയൻ ഉണ്ടാവും. ഡോക്ടറായാലും ടീച്ചറായാലും ലോയറായാലും അവർക്കൊക്കെ അവരെ യൂണിയൻ ഉണ്ട്. അതായത് എന്തിനാണ് ഈ യൂണിയനൊക്കെ ചെയ്യുന്നത്? അവരെ അവകാശം, അവരെ പ്രവർത്തിയിൽ എങ്ങനെയാണ് അത് അവർ ചെയ്യുന്നത്? അതായത് ഡോക്ടറായാലും ടീച്ചറായാലും അവർക്കൊക്കെ സംഘടന. എന്താ കാരണം? അവരൊക്കെ ഒരു തരത്തിലൊരു തൊഴിലാളികളാണ് അല്ലേ? ഡോക്ടറെ റേഞ്ച് നോക്കുമ്പോൾ അവരും എന്താണ് അധ്വാനിച്ചിട്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ അവർക്കൊക്കെ ചില സമയങ്ങളിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഈ പറഞ്ഞ പ്രൊഫഷണൽസിനൊക്കെ ടാക്സ് വർധനവ് വന്നാൽ കഷ്ടപ്പെട്ട് ഇവർ പഠിച്ച് ഇവർ ജോലി ചെയ്തിട്ട് ഇവർ കൂടുതൽ ടാക്സ് കൊടുക്കുക, എന്നിട്ട് അവർക്ക് ഒരു ഉപകാരം കിട്ടുന്നത് ഞാൻ തീർച്ചയായും സമരം ചെയ്യും. അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ ഈ ഒരേ വിഭാഗക്കാരെല്ലാവരും കൂടി ചേർന്ന് എന്ത് ചെയ്യും? നാളെ സമരം നടക്കും. ഈ സമരം നടത്തുന്നത് അതായത് സംഘടനകളുടെ കീഴിൽ വെച്ചിട്ടാണ്. ഡോക്ടർമാർ IMA എന്ന് പറയും, ടീച്ചേഴ്സ് AKPCTA, അതുപോലെ ലോയേഴ്സ്, ബാർ കൗൺസിൽ, ഇങ്ങനെയൊക്കെ പറയുന്ന ചില സംഘടനയുടെ കീഴിൽ നിന്നിട്ടായിരിക്കും അവർ സമരം ചെയ്യുന്നത്. ഇവരൊക്കെ എന്ത് ചെയ്യും? നല്ല പ്രഷർ ചുലർത്തി പ്രഷർ കൊണ്ടുവന്ന് ഗവൺമെൻറ് മേലെ, ഇപ്പോൾ നഴ്സുമാരുടെ സമരം ഇത്രയും കാരണം അങ്ങനെ അവരവരുടെ പ്രഷർ മൊത്തം ഗവൺമെൻറ് മേലെ ചുമത്തി ഈ സമരം വിജയിപ്പിച്ച് അവർക്കുള്ള ഇങ്ങനെ അവർ അവകാശപ്പെട്ട അവർ കാര്യങ്ങൾ പറഞ്ഞ് അവകാശപ്പെട്ട എല്ലാ കാര്യങ്ങളും കൊടുക്കണമെന്ന് ഗവൺമെൻറ് അഭ്യർത്ഥിച്ച് അവരെ അവകാശങ്ങൾ സാറ്റിസ്ഫൈ മുന്നോട്ട് കൊണ്ടുവരുന്നു ചില അവസ്ഥകൾ. അതും ഇൻട്രസ്റ്റ് ഗ്രൂപ്പ് എന്ത് ചെയ്യണം? പ്രഷർ ഗ്രൂപ്പ് ആവുക ചെയ്യുന്നത്. അടുത്ത റിലീജിയസ് ആൻഡ് കമ്മ്യൂണിറ്റി. ഇത് നമുക്ക് സാധാരണ എല്ലാവർക്കും ചില പ്രത്യേക വിശ്വാസം, പ്രത്യേക വിഭാഗം സംരക്ഷിക്കപ്പെടാൻ വേണ്ടിയിട്ട് ഉണ്ടാകുന്ന ഗ്രൂപ്പുകളാണ്. ഇൻ മോഡേൺ ഡെമോക്രസി there are many religious and community pressure group to promote. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് തന്നെ അറിയാം, പൗരത്വ ബില്ലുമായി ബന്ധപ്പെട്ട് മുസ്ലിം വിഭാഗത്തിനെതിരാണെന്ന് കണ്ടുകൊണ്ട് ആ മുസ്ലിം വിഭാഗത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സംഘടനകൾ എന്തായാലും വന്നിരുന്നു പ്രതികരിച്ചിരുന്നു. പ്രത്യേക വിഭാഗം. അപ്പം ഹിന്ദു സംരക്ഷിക്കും, മുസ്ലിം സംരക്ഷിക്കും, ക്രിസ്ത്യൻ സംരക്ഷിക്കും. ഇങ്ങനെയൊക്കെ സംരക്ഷിക്കാൻ ചില മതവിഭാഗങ്ങളുണ്ടാവും. അതെന്താണ്? പ്രശ്നം. ഇനി എങ്ങനെയൊക്കെയാണ് ഇവർ ഈ അവരെ അവകാശങ്ങൾ, ലംഘിക്കപ്പെട്ട അവകാശങ്ങൾ നേടിയെടുക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് നോക്കുന്നത്. ഒന്ന്, ടാക്ടിക്സ് ഓഫ് പ്രഷർ ഗ്രൂപ്പ്. പ്രഷർ ഗ്രൂപ്പിൻ്റെ ഐഡിയകൾ എന്താണ് അവർ വിദ്യകൾ എന്താണ്? ഈ അവകാശം ലംഘിക്കപ്പെട്ടാൽ അവർക്ക് ഇത് നേടിയെടുക്കാനൊരു വിദ്യ ഉണ്ടല്ലോ. ആ വിദ്യ എന്തൊക്കെയാണ്? ഫസ്റ്റ്, ഓർഗനൈസേഷൻ. അതെല്ലാവരും ഒരുമിച്ച് കൂടും. അത് തന്നെയാണ് അത് ആദ്യത്തെ ടാക്ടിക്. ആദ്യത്തെ അവരെ ട്രിക്ക് എന്നുള്ളതാണ്. ഓർഗനൈസേഷൻ ബീങ് സ്ട്രെങ്ത്. എല്ലാവരും കൂടി ചേരുമ്പോൾ എന്താ ചെയ്യും? വളരെ വലിയ സ്ട്രെങ്ത്താണ്, ഭയങ്കര ഒരു പ്രത്യേക ഒരു ഉണർവ് കിട്ടും. ഒരു രണ്ടാൾ മാത്രം സമരം നടത്തിയായിരുന്നു ശരിക്കും ഇതിൻ്റെ ഫോഴ്സ് ഉണ്ടാകാം. നേരെ മറിച്ച് ഒരു 5 ലക്ഷം ആളുകൾ ഒരുമിച്ച് കൂടിയിരുന്ന് സമരം നടത്തുക, സ്ട്രൈക്ക് നടത്തുക, അതുപോലെ ജാഥ നടത്തിയാൽ അതിൻ്റെ ഒരു വൈബ് അത് വേറെ തന്നെയാണ്. ഓർഗനൈസ്ഡ് ഗ്രൂപ്പ് ക്യാൻ ബെറ്റർ മൊബിലൈസ് ദെയർ റിസോഴ്സസ് ആൻഡ് പുട്ട് ദെയർ ഓൾ വെയ്റ്റ് ബിഹൈൻഡ് ദെയർ മൂവ് ടു അച്ചീവ് ദെയർ ഒബ്ജക്റ്റീവ്. അവരെന്തിനാണോ അവരെന്താണോ അവരുടെ ലക്ഷ്യം, എന്താണോ അവർക്ക് നഷ്ടപ്പെട്ടത്, ആ നഷ്ടപ്പെട്ട ഒന്നിനെ അവർ തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്, അവരെ അവകാശങ്ങൾ തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്, അവരെ ലക്ഷ്യം ആ അവകാശം തിരിച്ചെടുക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ അവർക്ക് എന്താണോ അവരെ മെയിൻ ലക്ഷ്യം നിറവേറ്റാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല കാര്യം എന്നുള്ളത് ഗിവ് മച്ച് മോർ പ്രഷർ ഓർ മച്ച് മോർ സ്ട്രെങ്ത് ബൈ ഓർഗനൈസിങ് പീപ്പിൾ. ആളുകൾ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് സ്ട്രെങ്ത്തിന് കിട്ടും. 2, ലോബിങ്. ലോബിങ് ഈസ് എ ടേം യൂസ്ഡ് ടു റെഫർ ദ പ്രോസസ് ഓഫ് പ്രഷർ ഗ്രൂപ്പ് persuading the public official to act according to their wishes. Okay, അതായത് പ്രോസസ് ഓഫ് പ്രഷർ ഗ്രൂപ്പ് persuading the public officials to act അവരെ ആവശ്യങ്ങൾക്ക് അനുസരിച്ച് എന്ത് ചെയ്യുക, അവർ പ്രവർത്തിക്കുക. അതിൻ്റെ കറക്റ്റ് ഡെഫിനിഷൻ എന്താണെന്ന് ഇപ്പോൾ പറഞ്ഞു തരാം. ഇതിൻ്റെ ഡെഫിനിഷൻ ലോബിങ് എന്നുള്ളത്, ലോബിങ് എന്ന് പറഞ്ഞാൽ അതായത് ഗവൺമെൻറ് ഓഫീസുകൾ, അതായത് പബ്ലിക് ഓഫീസുകളൊക്കെ എന്ത് ചെയ്യുക, ഇവരെ താല്പര്യത്തിനനുസരിച്ച് പ്രവർത്തിക്കുക. അതാണ് ലോബിങ്. ഉദാഹരണത്തിന് ഇപ്പം പ്രഷർ ഗ്രൂപ്പ് സമരം തുടങ്ങിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഓരോ ഇപ്പം സമരം നടത്തുന്ന ഒരു സംഘടന ഇവിടെ കീഴിൽ വരുന്ന അതേ സെയിം ഐഡിയോളജിയുള്ള മറ്റ് പ്രൊഫഷൻസിൻ്റെ സംഘടനകളുണ്ടാവും. അവർ ഗവൺമെൻറ് ഓഫീസറാണെങ്കിലും അവരെല്ലാവരും കൂടെ എന്ത് ചെയ്യുക, ഈ ഒരു സമരത്തിന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഈ സമരത്തിൻ്റെ രീതിയിൽ എന്ത് ചെയ്യുക, അവർ പ്രവർത്തിക്കുക. അതാണ് ലോബിങ് എന്നുള്ളത്.
അടുത്ത പബ്ലിക് ഒപ്പീനിയൻ ഈസ് എ മീൻസ് വിച്ച് ഇൻഫ്ലുവൻസ് പോളിസി ഓഫ് ഗവൺമെൻറ്റിൻ്റെ പോളിസിയിൽ എന്ത് ചെയ്യുക, മാറ്റം വരുത്തുക. എങ്ങനെ? ഓർഗനൈസിങ് പബ്ലിക് ഒപ്പീനിയൻ ഇൻ ഫേവർ ഓഫ് ദർ ഒബ്ജക്റ്റീവ് ടു ഇൻഫ്ലുവൻസ് ദ ഗവൺമെൻറ്റിനെതിരെ മുദ്രാവാക്യം പിടിച്ചുകൊണ്ടോ ഗവൺമെൻറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യിപ്പിക്കുക. എങ്ങനെ? അത്രയും ജനാഭിപ്രായം എന്താണ് ഇവിടെ. ഉദാഹരണത്തിന് ഭരിക്കുന്ന ഗവൺമെൻറ് എന്തോ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു ഫങ്ഷൻസ് ചെയ്തു, അതിനെതിരെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു സംഘടന ആളുകളെല്ലാവരും ഒരുമിച്ച് കൂട്ടി ഗവൺമെൻറ് ഉദ്യോഗസ്ഥ ഓഫീസ് വരെ, ആ ഗവൺമെൻറ് പബ്ലിക് ഓഫീസുകൾ വരെ എന്ത് ചെയ്തു, ഈ പ്രഷർ ഗ്രൂപ്പിന് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ മൊത്തം ജനങ്ങളും ഈ ഗവൺമെൻറ്റിനെ തള്ളിപ്പറഞ്ഞ് ഇവരെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ സ്വാഭാവികമായിട്ടും അടുത്ത വർഷം ഇലക്ഷൻ കിട്ടൂല, അല്ലെ അടുത്ത വർഷം ഭരണം പോകുമെന്നുള്ള കാഴ്ചകളുണ്ട്. തീർച്ചയായിട്ടും ആ ഭരണം ചെയ്യും. അവർ എന്താണോ ഒരു പക്ഷേ അവർ ചെയ്ത ആക്ടിവിറ്റി അവരെന്ത് ചെയ്യും, ഒരു പക്ഷേ റദ്ദാക്കി എന്ന്. അടുത്ത പൊളിറ്റിക്കൽ അലീജിയൻസസ്. സം പ്രഷർ ഗ്രൂപ്പ്സ് ആക്റ്റീവ്ലി അസോസിയേറ്റ് വിത്ത് പൊളിറ്റിക്കൽ പാർട്ടീസ്. They identify with one or the other party and is to achieve the objectives. They can use considerable pressure on their party to get a nomination. അതായത് ചില പൊളിറ്റിക്കൽ അലിഗേഷൻസ് നടത്താണ്. അത് ഇതിന് മാത്രമല്ല, ഒരു പക്ഷേ നിങ്ങൾക്കറിയാം, മാണി കോൺഗ്രസ് നല്ല ജനപ്രിയ അല്ലെങ്കിൽ ജനപിന്തുണയുള്ള ഒരു പ്രത്യേക പൊളിറ്റിക്കൽ പാർട്ടീസ്, ആ പൊളിറ്റിക്കൽ പാർട്ടീസ് എന്ത് ചെയ്യും, ചിലപ്പം ഏതെങ്കിലും തരത്തിൽ ചില കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്ത് പ്രഷർ ചെയ്യും. എന്താ കാരണം? ഗവൺമെൻറ് തള്ളി പറയാൻ പറ്റില്ല. കാരണം നാളെ അവരെ സപ്പോർട്ട് ഉണ്ടായിരിക്കും, ചിലപ്പോൾ അവർക്ക് ജയിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ആ ഒരു കോൺസെപ്റ്റ് ചിലപ്പോൾ ഉദാഹരണത്തിന് UDF എന്നുള്ള സംഘടനയിൽ മുസ്ലിം ലീഗ് കോൺഗ്രസ് ഒരുമിച്ചിട്ടുള്ള ഒരു ഭരണമാണ് നമുക്ക് കാണാൻ പറ്റും. അതിൽ മുസ്ലിം ലീഗ് എന്നുള്ള സംഘടന അവരുടെ ചില ആശയത്തെ ഏതോ ഒരു തരത്തിൽ നെഗ്ലിജൻറ്റ് ചെയ്തത് കൊണ്ട് അവർ ഒരു പക്ഷേ ഇവരിൻ്റെ ഈ യോഗത്തിൽ നിന്നോ ലേബിൽ നിന്നും മാറി നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും കോൺഗ്രസ് പാർട്ടി അത് ചോദിക്കും. കാരണം എന്താ? നാളെ ഭരണത്തിൽ വരാൻ വേണ്ടിയിട്ട് നാളത്തെ ഗവൺമെൻറ് നാളെ ഇലക്ഷനിലൂടെ ജയിച്ച് നാളെ ഭരണം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഇവരുടെ സഹായം വേണം. അപ്പം ഇങ്ങനത്തെ ഹൈലി ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള ചില പൊളിറ്റിക്കൽ പാർട്ടീസ് അവരുടെ പ്രഷർ ഈ രീതിയിലായിരിക്കും. അതായത് അടുത്ത ഇലക്ഷനിൽ അവരുടെ കൂടെയുള്ള ഒരു അലയൻസ് എന്നുണ്ടാവുന്ന അലയൻസിനെ ബാധിച്ചുകൊണ്ട് കാണിച്ചുകൊണ്ടായിരിക്കും അവരുടെ പ്രവർത്തനങ്ങൾ ഉണ്ടാവുക. അടുത്ത electioneering. Some pressure group on other hand wish to keep away from being openly identified with one or the other party which they do not maintain any allegiance to any particular. അത് ചില പൊളിറ്റിക്കൽ പാർട്ടീസ് ചില പ്രഷർ ഗ്രൂപ്പുകൾ ഉണ്ടാവും. അവർ ഗവൺമെൻറ് എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അതിനെതിരെ വളരെയായിട്ട് പ്രതികരിക്കും, വലിയ സമരം നടത്തും. ആ ഗവൺമെൻറ് നടത്തിയ ആ പ്രക്രിയ എന്തെങ്കിലും അവർ റദ്ദാക്കുക അല്ലെങ്കിൽ പിൻവലിക്കുന്നത് വരെ അവർ സമരം ചെയ്യും. പക്ഷെ അവർ അവർക്കൊരു പാർട്ടി ഏതാണെന്നോ അവർ ഐഡിയോളജി ഏതാണെന്നോ ഒന്നും പുറത്തേക്ക് അവർ വെളിപ്പെടുത്തില്ല. ഇലക്ഷൻ വരുമ്പോൾ അവരെന്ത് ചെയ്യും, ഉള്ളിൽ കൂടെ അവരുടെ സംഘടനകൾ ഏത് പാർട്ടിക്കാണോ വോട്ട് ചെയ്യുന്നത് ആ രീതിയിൽ വോട്ട് ചെയ്യും. ജമാഅത്ത് ഇസ്ലാമിയൊക്കെ അതിൽ പെട്ടില്ല. അവർക്ക് പ്രത്യേക ഒരു പൊളിറ്റിക്കൽ പാർട്ടിയോട് കൂറുണ്ടാവില്ല. പക്ഷെ അവർ ചില സമയത്ത് സംഘടിതമായിട്ട് അവർ ഏതെങ്കിലും പാർട്ടി ഏത് പാർട്ടിയാണോ എന്നുള്ളത് ഓപ്പണായി പറയാതെ അവരെന്തെങ്കിലും ഒരിക്കലും ഓപ്പണായിട്ട് ഇന്ന പാർട്ടിയിലാണെന്ന് പറയില്ല. ആ സമയത്ത് അവർക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് തോന്നുന്നതാണ് അവർ സംഘടനയുടെ ധാരാളം. അങ്ങനത്തെ ചില ജമാഅത്ത് ഇസ്ലാമി അങ്ങനെ ചില സംഘടനകളൊക്കെ ചെയ്യുന്ന ചില കാര്യങ്ങൾ ഇങ്ങനെയാണ്. അതുപോലെ തന്നെ ഒരു പക്ഷേ നമുക്കറിയാം അവരെ അവകാശം ജമാഅത്ത് ഇസ്ലാമി എന്തെങ്കിലും അവർക്കെതിരെ എന്തെങ്കിലും ഗവൺമെൻറ് നടപടി എടുത്താൽ ഈ വർഷം അവർ സപ്പോർട്ട് ചെയ്ത് അവർ ജയിച്ചു വന്ന അവരെ വോട്ടോട് കൂടി ജയിച്ചു വന്ന ഗവൺമെൻറ് അവരെ നിന്ദിച്ച് കാണിച്ചാൽ തീർച്ചയായിട്ടും അടുത്ത ഇലക്ഷൻ ആകുമ്പോൾ അവർ ചെയ്യും. ഒരു പക്ഷേ അവർ സമരം ചെയ്യും. സമരം ചെയ്തിട്ട് അവർ ചെറിയൊരു പക്ഷേ എന്തെങ്കിലും തരത്തിൽ ഫെയിലായാലും അടുത്ത വർഷം അത് ശരിക്കും അവർ എന്തെയില്ല ഏത് പാർട്ടിയോ ഏത് പൊളിറ്റിക്കൽ ഐഡിയോളജി ഏതാണെന്ന് ആർക്കും അറിയില്ല. പക്ഷേ അടുത്ത ഇലക്ഷനിൽ അവർ സപ്പോർട്ട് ചെയ്യാതെ പലതരത്തിലുള്ള സമീപനം അവർ കൊണ്ടുവരും. ഓക്കെ, അതാണ് ഇതിൽ ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത്.
അടുത്തത് സ്ട്രൈക്ക്, സമരം ചെയ്യും. പ്രഷർ ഗ്രൂപ്പുകൾ ചെയ്യുന്ന രീതികൾ ഇതൊക്കെയാണ്. ഇലക്ഷനൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞത് എന്താണ്, പൊളിറ്റിക്കൽ അലയൻസ് നമ്മൾ അലയൻസിലൊക്കെ മാറ്റം വരുത്തുന്നതാണ്. ശരിക്കും നമ്മൾ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തില്ല, പൊളിറ്റിക്കൽ അലിജൻസ് എന്ന് പറഞ്ഞാൽ ശരിക്കും നമുക്കറിയാം ഒരു രാഷ്ട്രീയവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് എല്ലാവരും ഭരണം വരും. അപ്പം ആ അലയൻസിൽ വരുന്ന മാറ്റം വരുത്തുക. ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ചില പൊളിറ്റിക്കൽ പാർട്ടീസ് ഉണ്ടാവും. അതിൽ വരുന്ന ചില അലിജൻസ്, ചില ബന്ധം, അവർ വെളിപ്പെടുത്താത്ത ചില ബന്ധങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരതിലുണ്ടാകുന്ന ചില ആക്ടിവിറ്റീസിലുണ്ടാകുന്ന മാറ്റങ്ങളൊക്കെ അവർ പറഞ്ഞത്. അത് ശരിക്കും നിങ്ങൾക്ക് വായിച്ചതാണ് മനസ്സിലാവും. ഓക്കെ, സം പ്രഷർ ഗ്രൂപ്പ് ഓൺ ദ അതർ ഹാൻഡ് വിഷസ് ടു കീപ്പ് അവേ ഫ്രം ബീയിങ് ഓപ്പൺലി ഐഡൻറ്റിഫൈഡ് വിത്ത് വൺ അനദർ. ചില ഇന്ന പാർട്ടിയിലാണെന്ന് ഒരു വെളിപ്പെടുത്തൽ അവർക്ക് ഉണ്ടാവില്ല. അവർ ശരിക്കും ഏത് പാർട്ടിയിലുള്ള ആൾക്കാരാണെന്ന് പോലും ആൾക്കാർ, പക്ഷെ അവരെന്ത് ഈ സമരം ചെയ്യും, അല്ലെങ്കിൽ അവരുടെ സപ്പോർട്ട് അടുത്ത ഇലക്ഷൻ വരുന്നവർ മാത്രം, അതായത് അലയൻസ് അവർ വിഡ്രോ ചെയ്യും. അതാണ് ചില പാർട്ടികൾ. മറ്റേ കോൺഗ്രസ്, കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, അവർ നല്ലൊരു ഇൻഫ്ലുവൻസുള്ള ഒരു പാർട്ടിയാണ്. അവർ വേണ്ട അവരുടെ അവകാശങ്ങൾക്ക് ഇതിൽ വന്നാൽ അവരെന്ത് ചെയ്യും, അടുത്ത ഇലക്ഷൻ വരുമ്പോൾ അവരുടെ പിന്തുണ എന്ത് ചെയ്യും, അവരെ മാറ്റി വെക്കും. അപ്പോൾ അലയൻസ് ഉണ്ടാവില്ല. ഇപ്പോൾ ചില കോളേജിലൊക്കെ MSF KS ഒരുമിച്ച് അലയൻസ് ആയിരുന്നു. ആ ചില സമയങ്ങളിൽ ഇലക്ഷൻ വരുമ്പോൾ MSF KS അലയൻസ് ഇല്ലാതെ വരും. ഇത് അലയൻസ് ഇല്ലാതെ അവരെന്ത് ചെറിയൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ ഉണ്ടാവും. അത് കാരണം പക്ഷെ നിങ്ങളെ പിന്തുണ നമുക്ക് വേണ്ട, അങ്ങോട്ടേക്ക് അനുസരിച്ചോളാം, അങ്ങനത്തെ പൊളിറ്റിക്കൽ. അപ്പോൾ അതിൽ പിന്നെ പ്രഷർ ഗ്രൂപ്പ് ചെയ്യുന്ന വേറൊരു പ്രവൃത്തി എന്താണെന്ന് വെച്ചാൽ, അതായത് പ്രഷർ ഗ്രൂപ്പ് മറ്റേ പൊളിറ്റിക്കൽ പാർട്ടി, അപ്പോൾ അത് അവർ പ്രഷർ ഗ്രൂപ്പ് രൂപത്തിൽ ആ രീതിയിലാണ് അവർ ചെയ്യുന്നത്. സമരം നടത്തും. പലതരത്തിലുള്ള സമരങ്ങളുണ്ട്. ബന്ദ്, ഘരാവ്. എന്ത് ബന്ദ് എന്ന് പറഞ്ഞാൽ ടോട്ടലി എല്ലാം സ്ട്രൈക്ക് ചെയ്യും, ഒന്നും ഓടില്ല. മാർക്കറ്റ് സ്റ്റോപ്പ് ചെയ്യും, ട്രാൻസ്പോർട്ടേഷൻ സ്റ്റോപ്പ് ചെയ്യും, ഓഫീസ് സ്റ്റോപ്പ് ചെയ്യും, എല്ലാം സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് എല്ലാം ക്ലോസ് ചെയ്യുക. അതിനാണ് ബന്ദ് എന്ന് പറയുന്നത്. ഘരാവ് എന്ന് പറയുന്നതാണ് മൊത്തം മൂല്യമാണ്. അതായത് എംപ്ലോയീസ് ബൈ എംപ്ലോയിങ് ഫോർ കൺസിഡർ ദാറ്റ് മീറ്റ് ദെയർ ഡിമാൻഡ്സ് ആസ് പെർ ദ എംപ്ലോയീസ് ടേംസ്. അതായത് ഘരാവ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണെന്ന് പറയും, അടച്ചിടുക എന്നുള്ളതാണ്. ശരിക്കും എന്ത് ചെയ്യുക, അവരെ തീരുമാനങ്ങൾ, അവരെ അവകാശങ്ങൾ അവർക്ക് കിട്ടുന്നത് വരെ അവരെന്ത് ചെയ്യുക, മൊത്തമായിട്ടാണ് ക്ലോസ് ചെയ്യുക. ശരി, അല്ലെങ്കിൽ അവരെന്ത് ചെയ്യുക, അവരെ വർക്ക് ചെയ്യിപ്പിക്കാൻ സമ്മതിക്കാത്ത രീതിയിൽ പല. ഇപ്പോൾ നമുക്കറിയാം നമ്മളെ ഇന്ത്യയിൽ ശരിക്കും നോർത്തിൽ ഘരാവ് എന്ന് പറഞ്ഞാൽ, കേരളത്തിൽ ഘരാവ് എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥമുണ്ട്. നമ്മൾ ആരോടാണോ സമരം ചെയ്യുന്നത്, ആ സമരം ചെയ്യുന്ന ആളെ കൂട്ടില്ല. അതിന് പല അർത്ഥമാണ്. ആ കൂട്ടില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ നിശ്ചലമാക്കുക എന്നർത്ഥം. നോർത്തിൽ ചിലപ്പോൾ അതിന് വേറെ അർത്ഥം വേണ്ടി ഘരാവ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്, അവർ എംപ്ലോയീസിൻ്റെ ഡിമാൻഡ്, അവർക്ക് അവരുടെ ഡിമാൻഡ് കിട്ടുന്നത് വരെ അവരെന്ത് ചെയ്യുക, ഇവിടെ എംപ്ലോയീസ് ഫോർ കൺസേൺ ദം വിത്ത് മീറ്റ് ദെയർ ഡിമാൻഡ് ആസ് പെർ എംപ്ലോയീസ് കിട്ടുന്നത് വരെ അവരെന്ത് ചെയ്യുക, സമരം ചെയ്യും. മൊത്തം ബന്ധം നിശ്ചലം വെക്കുക എന്നുള്ളതാണ്. പല അർത്ഥങ്ങളുണ്ടാവും, പക്ഷെ ഇത്രയേ ഉള്ളൂ. സമരം ചെയ്യുക. ആ സമരം രണ്ട് തരത്തിലാണ്. ഒന്ന് ബന്ദ്, ഒന്ന് ഘരാവ്. ബന്ദ് എന്ന് പറഞ്ഞാൽ മൊത്തം നിശ്ചലം വെക്കുക, ഘരാവ് എന്ന് പറഞ്ഞാൽ അടച്ചിടുക എന്നുള്ള അർത്ഥത്തിലാണ്. അത് ചില ആളുകൾക്കനുസരിച്ച് വിൽ ബി ഡിഫറെൻറ്റ് ബൈ സ്റ്റേറ്റ് ടു സ്റ്റേറ്റ്. അപ്പോൾ ഇത്രയാണ് ഇതിലുള്ളത് സെക്കൻഡ് പാർട്ടിൽ. ഇത്രയും കാര്യം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി എന്താണെന്നുള്ളത്. കൂടുതലായിട്ട് കോംപ്ലിക്കേറ്റ് ചെയ്യണ്ട. അപ്പോൾ ഇതിനെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വിളിച്ചു നോക്കാം. ഓക്കെ, അപ്പോൾ മനസ്സിലാവാത്തുണ്ടെങ്കിൽ നിങ്ങളുടെ വാട്സപ്പിൽ. അപ്പോൾ എല്ലാം മനസ്സിലായി വിചാരിക്കുന്നു. എന്തെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് ഡൗട്ടുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യുകയോ കോൾ ചെയ്യുകയോ ചെയ്യുക. ഇതിൽ ചില ടേംസുകളൊക്കെ ചിലപ്പോൾ ഡിഫറെൻറ്റ്, പ്ലേസ് ടു പ്ലേസ്, ബുക്ക് ടു ബുക്ക്, അതുപോലെ വ്യക്തികൾ. ഇപ്പോൾ ഞാൻ പറയുന്ന അതേ ടേം നിങ്ങൾ പറയുന്ന അതേ ടേം ചിലപ്പം ഞാൻ പറഞ്ഞത് ചിലപ്പോൾ ഡിഫറൻസ് ഉണ്ടാവും. പക്ഷേ എൻ്റെ ആശയവും വേറൊരാൾ നമ്മളുടെ ആശയങ്ങളും ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ അത് അങ്ങനെ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാനോട് ചോദിക്കുക. ഞാനത് എന്ത് ചെയ്യും, നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്തു തരും. അപ്പോൾ പടത്തിലേക്ക് കാണാം. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക.